സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമമാം ത്രിയേക ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർന്നു പാടും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിനാമം മഹത്വപ്പെടുമാറാകട്ടെ. ടുഡേസ് മെഡിറ്റേഷൻ, ഇന്നത്തെ ധ്യാന വിഷയം ഇറ്റ്സ് നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ. എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവൻ ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഇറ്റ്സ് നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ. എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം പോലെ. പലപ്പോഴും നമ്മൾ നമ്മുടെ ഹിതം പോലെ കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ച് വാശി പിടിക്കുന്നവരാണ്, ഇല്ലയോ? പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ദൈവത്തോട് ഒരുപാട് ആവശ്യങ്ങൾ നാം നിരത്തി വയ്ക്കുന്നവരുമാണ്. അതൊന്നുമല്ല പ്രാർത്ഥന. നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പ്ലാനും പദ്ധതിയും ഉണ്ട്. ലോകത്തിലെ ഇമ്പങ്ങൾക്കായി യാചിക്കാതെ നമ്മെക്കുറിച്ച് ദൈവഹിതം എന്തെന്ന് അറിയുന്നതാണ് പ്രാർത്ഥന. അറിയുന്നതാണ് പ്രാർത്ഥന. അറിയിക്കുന്നതല്ല, അറിയുന്നതാണ് പ്രാർത്ഥന. കർത്താവ് നമ്മെ കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതിൽ ഒരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ജീവിതത്തിൽ നാം ആഗ്രഹിച്ച പലതും ദൈവം നൽകാത്തത് ദൈവഹിതം പോലെ നമ്മെ വാർത്തെടുക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യത്തിൻ്റെ ആരംഭവും അവസാനവും ദൈവം മാത്രം അറിയുന്നു. നാം ആഗ്രഹിക്കുന്ന പലതും ദോഷത്തിനാണ് വന്ന് ഭവിക്കുന്നതെങ്കിൽ ദൈവം അത് നൽകുകയില്ല. പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത വല്ലതും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവഹിതമാണെന്നും നമ്മുടെ നന്മയ്ക്കാണെന്നും തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആ ഒരു വിഷയത്തെക്കുറിച്ച് ജീവിതകാലം മുഴുവനും കുത്തിയിരുന്ന് കരയുകയല്ല വേണ്ടത്. യേശു കാൽവരിയിൽ യാഗമാകുന്നതിന് മുൻപ് താൻ സഹിക്കേണ്ടി വരുന്ന സകല പീഡനങ്ങളെയും ഒരു സിനിമയിൽ എന്ന വണ്ണം അരുമനാഥൻ ദർശിച്ചപ്പോൾ
തൻ്റെ വിയർപ്പ് രക്തകണമായി. മനോഭാരത്താൽ ആടിയുലഞ്ഞപ്പോൾ ഒരു നിമിഷം അവിടുന്ന് ആഗ്രഹിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണമേ എന്ന്. എന്നാൽ യേശുവിലെ വിശുദ്ധ അരൂപിയുടെ ശക്തിയാൽ ആ അധരം മന്ത്രിച്ചു. അപ്രകാരം ലൂക്ക 22:42. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഇങ്ങനെ ആയിരിക്കണം യഥാർത്ഥ പ്രാർത്ഥന. ദൈവഹിതം പോലെയാകട്ടെ എന്ന് സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. കാരണം നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി, നാം നനയ്ക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സമ്പൂർണമായി ദൈവഹിതത്തിന് വഴങ്ങുന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. നാം ദൈവഹിതം എന്തെന്ന് ആരാഞ്ഞറിയണം. ദൈവം നമുക്ക് ചെയ്തു തന്ന സകല കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നത് ദൈവഹിതമാണ്. 1 തെസ്സലോനിയർ 5:18 വചനം ഇങ്ങനെ പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് യേശുക്രിസ്തുവിൽ ദൈവേഷ്ടം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ. പിറുപിറുക്കയല്ല വേണ്ടത്. നാം വിശുദ്ധിയുള്ളവർ ആയിരിക്കണം എന്നത് കർത്താവിൻ്റെ ഹിതമാണ്. 1 തെസ്സലോനിയർ 4:3. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് പുറമേ നിന്ന് ആരെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യുന്നതല്ല. ഇത് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. അങ്ങനെയാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ, അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. ഒരു കമ്മിറ്റി കൂടി എന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതല്ല വിശുദ്ധീകരണം. ദൈവമാണത് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. കയ്യിലിരിക്കുന്ന ഈ തിരുവചനം അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ, സ്തോത്രം, നിന്റെ വചനമാണല്ലോ സത്യം, ഈ സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ എന്ന കർത്താവിൻ്റെ വചനം ഇരിക്കെ വചനം അനുസരിക്കാതെ കണ്ട് എന്നെ ആരെങ്കിലും വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഹൃദയവിശുദ്ധിയോടെ സൂക്ഷിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മൾ കടന്നു വരും. ഡോണ്ട് യു നോ ദാറ്റ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെ വെള്ളമടിച്ച് നശിപ്പിച്ചിട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് തത്ത പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറയാമെന്നല്ലാണ്ട് ദൈവം ആ പ്രാർത്ഥന കേൾക്കില്ല. പാവിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തില്ല. യോഹന്നാൻ 16:13 ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. യോഹന്നാൻ 16:13. വ്യക്തിപരമായ താല്പര്യങ്ങളെ ദൈവഹിതമാക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം പരാജയപ്പെടും. അവിടെ പ്രവർത്തിക്കുന്ന ആരാണെന്നറിയോ? സ്വയാത്മാവ്. സ്തോത്രം. ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് പറയുകയായിരുന്നു, ഒരു ഡൈവോഴ്സ് കേസാണ്. അച്ഛാ, ഞാൻ ഉപവസിച്ച് ഈ ഒരു വിഷയം വെച്ച് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു അവനെ ഡൈവോഴ്സ് ചെയ്യാൻ. ഉപേക്ഷണപത്രം ദൈവം വെറുക്കുന്നതാണ് ബൈബിളിൽ പറയുന്നത്. ഇവിടെ ഈ കൊച്ചിൻ്റെ സ്വയാത്മാവാണ് അങ്ങനെ പറയിപ്പിച്ചത്. ദൈവം നൽകുന്നത് സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം. കാരണം അവൻ ദോഷമായി മക്കളോടൊന്നും ചെയ്യുകയില്ല. ലോക ഇമ്പങ്ങൾ കൈവിടിഞ്ഞ് വിശുദ്ധരായി ദൈവസന്നിധിയിൽ വരുന്നവർക്ക് ദൈവഹിതത്തിന് വിധേയപ്പെടുവാൻ സാധിക്കും. അതിനെയാണ് ഈ വിശുദ്ധിയും വേർപാടും എന്നൊക്കെ പറയുന്നത്. സ്തോത്രം. വലിച്ചു കീറേണ്ടത് നിന്റെ വസ്ത്രമല്ല, നിന്റെ ആഭരണമല്ല. സ്തോത്രം. നിന്റെ ഹൃദയമാണ്. ഹൃദയ വിശുദ്ധീകരണമില്ലാതെ, ഹൃദയ നിർമ്മലയില്ലാതെ പുറമേ കാണുന്നതെല്ലാം കൊണ്ട് തോട്ടിലിട്ടാലും ശരി ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. സങ്കീർത്തനം 37:4-5 വാക്യങ്ങൾ ഒന്ന് നമുക്ക് ശ്രവിക്കാം. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. സ്തോത്രം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണ രാവുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവായ പരിശുദ്ധാത്മാവ് ദൈവം എഴുതി തന്ന ഈ ബൈബിളുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ കണ്ട് പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ അധരജൽപ്പനവുമായിട്ട് ദൈവസന്നിധിയിൽ ചെന്നാൽ, മകനെ മകളെ, നിന്റെ പ്രാർത്ഥന അങ്ങ് എത്തില്ല. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എന്ത് ചോദിക്കുന്നോ അത് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരുമെന്നാണ്. വചന വായനയും പ്രാർത്ഥനയും ദൈവഹിതം തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കും. 119 സങ്കീർത്തനം 105 വാക്യം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്പനും അമ്മയും, ഒരുപക്ഷെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം,
ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം, ഒരു പെന്തക്കോസ് അനുഭവത്തിൽ വന്നിട്ട് വചനമനുസരിച്ച് അവർ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഒരു തീരുമാനമെടുത്താൽ, ആ അമ്മയ്ക്കോ അപ്പനോ എതിരായി നീ നിന്നാൽ നിന്റെ കാര്യം പോക്കാണ്. കാരണം they are led by the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നത് ബൈബിൾ പ്രകാരമാണെങ്കിൽ അവരാണ് സത്യം, അവരുടെ പ്രാർത്ഥനയാണ് സത്യം. അതുകൊണ്ട് മാതാപിതാക്കളോട് എതിർക്കാൻ പോകരുത്, മക്കളോട് എതിർക്കാൻ പോകരുത്. അവർ വചനപ്രകാരം പ്രാർത്ഥിക്കുന്നെങ്കിൽ അതാണ് ദൈവഹിതപ്രകാരം ഉള്ള ഒരു പ്രാർത്ഥന. ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നവയെ ദൈവം നിഷേധിക്കുന്നത് ദൈവഹിതമാണെന്നു കരുതണം. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതല്ലെന്നേ പ്രാർത്ഥന, ദൈവഹിതത്തിന് സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ചില വാതിലുകളെ ദൈവം അടയ്ക്കുന്നത് അത് ദൈവഹിതമല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ്. ദൈവം ശ്രേഷ്ഠമായതൊന്ന് ഒരുക്കിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. റോമാലേഖനം 12:2. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. ഇറ്റ്സ് എൻ ഓൺഗോയിങ് പ്രോസസ്. ജീവിതകാലം മുഴുവനും തുടർന്ന് പോകേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ടുള്ളതല്ല, മരിക്കുന്നത് വരെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധിയോടെ ജീവിച്ച് ദൈവഹിതം തിരിച്ചറിയാം. വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവഹിതം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. 1 പത്രോസ് 5:6-7-10 വാക്യങ്ങളും ശ്രദ്ധിക്കാം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആരുടെ മേൽ? അന്തോനീസിന്റെ മേലല്ല, സെബസ്ത്യാനോസിന്റെ മേലല്ല, ഗീവർഗീസിന്റെ മേലല്ല, അൽഫോൻസാമുടെ കയ്യിലല്ല, ചവറ കുര്യാക്കോസിന്റെ കയ്യിലല്ല. കർത്താവിന്റെ കയ്യിൽ കൊടുക്കുവിൻ, കർത്താവിന്റെ മേൽ ഇടുവിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം നിങ്ങൾ സഹായിച്ചതിനായി സ്തോത്രം. ആരോഗ്യത്തോടെ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളെ ആകർഷിച്ചടുപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവഹിതത്തിനൊപ്പം ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും വചനപ്രകാരം അവിടുന്ന് നയിക്കുന്നതിനായി സ്തോത്രം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അവിടുത്തെ തിരുവചനപ്രകാരം വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നരക്കുവോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ, അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ശാരീരികമായിട്ടുള്ള ആ ബലഹീനത നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പം അകമേ ഉള്ള മനുഷ്യനെ അവിടുന്ന് ശക്തിപ്പെടുത്തി ഹല്ലേലൂയ ആത്മസന്തോഷത്തോടെ അവരെ നയിക്കുന്നതിനായി സ്തോത്രം. ഒരു വിഷയം ഞങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇന്നതെന്നറിഞ്ഞ് തക്ക സമയത്ത് കാക്കയെ ഒരുക്കുന്നപ്പാ, ഇത്രത്തോളം ഞങ്ങളെ മാനിച്ച് വഴി നടത്തുന്നതിനായി നന്ദി. അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മാവ് കുഴക്കുന്ന തൊട്ടിയെയും തുരുത്തിയെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ കാലഘട്ടത്തിൻ്റെ ആയ ദുഷ്ടൻ വിരിച്ചിരിക്കുന്ന വലയിൽ കുഞ്ഞുങ്ങൾ കുടുങ്ങിപ്പോകാതെ സ്തോത്രം. ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ പ്രിയ മക്കളും അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കൂട്ടായ്മയും ദൈവഹിതം അറിഞ്ഞ് വിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യ അനുഗ്രഹിക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സംസ്ഥാനത്തെ എല്ലാ മുഖ്യമന്ത്രിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് ഈ സമയത്ത് കർത്താവേ, ലോകത്തിൻ്റെ നാനാഭാഗത്തും തിരുവചന സത്യവുമായി സുവിശേഷ വേല ചെയ്യുന്ന വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ
സുവിശേഷം അറിയിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ജയിലടക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം പ്രവർത്തിക്കണമേ. അപ്പോസ്തലന്മാർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ആ വിശുദ്ധർക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സർവചരാചര സൃഷ്ടാവാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവം ഭരിക്കും കർത്താവാം ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയരാജൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയരാജൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയരാജൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയരാജൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ.